ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 11 5 മുതൽ 7 വരെ. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയിലേക്ക് പോക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. തിന്മയുടെ ശക്തികളോടുള്ള അന്തിമ പോരാട്ടത്തിന് കർത്താവ് സ്വയം തയ്യാറെടുക്കുകയായിരുന്നു. തൻ്റെ ദൗത്യ സ്ഥിരീകരണം ലഭിച്ച തൻ്റെ സ്നാനസ്ഥലമായ യോർദാൻ തീരത്ത് യേശു ധ്യാന നിരതനായിരുന്നു. അപ്പോഴാണ് തൻ്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വർത്തമാനം അറിഞ്ഞത്. ആ വാർത്തയോട് പ്രതികരിച്ച് യേശു ചില ദിവസങ്ങൾക്ക് ശേഷം ലാസറിൻ്റെ വാസസ്ഥലമായ ബഥാനിയയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും ലാസർ മരിച്ച് അടക്കപ്പെട്ടിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. നാറ്റം വെച്ചു തുടങ്ങിയിരുന്ന ലാസറിനെ ഉയിർത്തെഴുന്നേൽപ്പിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തുന്ന 7ാമത് ദൈവരാജ്യ അടയാളം കർത്താവ് കാണിച്ചു. എന്നാൽ ലാസറിന്റെ രോഗവൃത്താന്തം അറിഞ്ഞപ്പോൾ തന്നെ അത് മരണത്തിനായിട്ടല്ല എന്നും ദൈവ തിരുനാമ മഹത്വത്തിനാണെന്നും കർത്താവ് പറഞ്ഞിരുന്നു. യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തിന് വഴിമരുന്നിട്ടത് ലാസറിന്റെ രോഗവും മരണവും ഉയിർത്തെഴുന്നേൽപ്പുമാണ്. മറിയ, മാർത്ത സഹോദരിമാരും ലാസർ എന്ന സഹോദരനുമടങ്ങിയ ഈ കുടുംബത്തിൻ്റെ വിശ്വാസ നടപടികളും യേശുവിൻ്റെ പ്രതികരണങ്ങളും എങ്ങനെയാണ് ദൈവനാമ മഹത്വത്തിന് കാരണമായത് എന്ന് ചിന്തിക്കാം. 1. ബഥാനിയയിലെ കുടുംബത്തിന് യേശുവുമായി നല്ല സഹിത്വമുണ്ടായിരുന്നു. ഈ വേദഭാഗത്ത് ആ സ്നേഹബന്ധം തികച്ചും വ്യക്തമാണ്. ബഥാനിയയിലെ ലാസറിന്റെ സഹോദരിയായ മറിയയാണ് യേശുവിൻ്റെ ശരീരത്തിൽ പരിമള തൈലം പൂശിയതും തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാൽ തുടച്ചതും എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. യേശുവിനോടുള്ള കൂറും സ്നേഹവും ഭക്തിയുമാണ് ഇതിലൂടെ മറിയ വ്യക്തമാക്കിയത്. ലാസറിനെ കുറിച്ച് യേശുവിനോട് പരാമർശിച്ചത് തനിക്ക് പ്രിയനായവൻ എന്നാണ്. യേശുവിൻ്റെ അടുത്ത് സഹോദരിമാർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും പിന്നെ യേശു ലാസറിന്റെ കല്ലറക്കൽ കണ്ണീർ വാർത്ത് പ്രകടിപ്പിച്ച വൈകാരികതയുമെല്ലാം ആ കുടുംബവുമായി യേശുവിനുണ്ടായിരുന്ന സഹിത്വം ചൂണ്ടിക്കാണിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നതും യേശുവിന് കുടുംബാനുഭവങ്ങളിൽ പ്രവേശനം നൽകുന്നതുമെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുന്നതിൽ അധികമായി ദൈവനാമ മഹത്വത്തിന് കാരണമായി. 2. ലാസറിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ യേശുവിൻ്റെ പ്രതികരണം അത് മരണത്തിനായല്ല, പിന്നെയോ ദൈവനാമ മഹത്വത്തിനും അത് ആ മഹത്വം കരയേറ്റുന്നതിനുമാണ് എന്നായിരുന്നു. ലാസർ സംഭവ പരമ്പരയിലൂടെ യേശുവിന് മരണത്തിൻ്റെ മേലുള്ള ജയഭേരി മുഴക്കുവാൻ കഴിഞ്ഞു എന്നതാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷ കാഴ്ചപ്പാടനുസരിച്ച് യേശുവിൻ്റെ മഹത്വീകരണം ക്രൂശീകരണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശു ലാസറിനെ ഉയർപ്പിച്ചതിനാൽ ഒരു വലിയ ജനസമൂഹം യേശുവിൻ്റെ പിന്നാലെ കൂടി എന്നുള്ളതാണ് പരീസർ യേശുവിനെ ഒടുക്കിക്കളയാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള ചേതോവികാരമെന്നും യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3. ലാസറിന്റെ ഗുരുതരമായ രോഗവിവരം അറിഞ്ഞിട്ടും യേശു ഇരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസത്തിൽ കൂടുതൽ പിന്നെയും താമസിച്ചു. കർത്താവ് രോഗവിവരം അറിഞ്ഞ് ഉടൻ എത്തിച്ചേരുമെന്നാണ് സഹോദരന്മാർ കരുതിയത്. പ്രതികരിക്കാൻ താമസിച്ചത് യേശുവിൻ്റെ സ്നേഹക്കുറവ് കൊണ്ടായിരുന്നില്ല. പ്രാർത്ഥനകൾക്ക് മറുപടികൾ താമസിക്കുന്നതിനെ ദൈവസ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്.
അനുഭവപ്പെടുന്ന കാലതാമസം ശരിയല്ല എന്ന് നമുക്ക് തോന്നാമെങ്കിലും കർത്താവിൻ്റെ മാത്രം സമയത്തും കർത്താവിൻ്റെ മാത്രം രീതിയിലും അവിടെ നിന്ന് എഴുന്നള്ളും. മറിയയ്ക്കോ മാർത്തയ്ക്കോ അറിയാൻ പാടില്ലാതിരുന്ന ഒരു ദൈവിക പരിജ്ഞാനം യേശുവിലുണ്ട്. മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഈ സംഭവം യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ സമ്പൂർണതയാണ് വ്യക്തമാക്കുന്നത്. ഈ ഭാഗം നമ്മളോട് പറയുന്നു, നമുക്ക് യേശുവുമായുള്ള സഹിത്വം അല്ലെങ്കിൽ ബന്ധം എങ്ങനെയുള്ളതാണ്. കുടുംബത്തിലെ ഒരംഗമായി, തീരുമാനമെടുക്കാൻ നാം അനുഭവിക്കുന്ന സാന്നിധ്യമായി, സുഖദുഃഖങ്ങളും ആശ നിരാശകളും പങ്കുവയ്ക്കുകയും പരിഭവിക്കുകയും പരിഭവം മറക്കുകയും ചെയ്യുന്ന സ്നേഹിതനായി യേശുവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? മഹത്വീകരണത്തിൻ്റെ ദൈവിക ശൈലി ക്രൂശീകരണത്തിൻ്റെതാണ്. അങ്ങനെയായിട്ടും സ്നേഹിതനെ കരുതുന്ന ക്രൂശീകരണ ശൈലി യേശു സ്വീകരിച്ചതുപോലെ നമുക്കും സാധിക്കുമോ? മനുഷ്യർ ആഗ്രഹിക്കുന്ന സമയത്തും സാഹചര്യത്തിലും ശൈലിയിലും ദൈവം പ്രവർത്തിക്കണമെന്നൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ല. ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അല്ലല്ലോ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾ അറിയുന്നത്. കർത്താവെ, അങ്ങയുടെ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവിടുന്ന് തൽപരനാണ് എന്ന് ഓർമ്മിപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവഹിതം പോലെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.